പേരോട് ഉസ്താദ് ആയത്ത് ഓതിയിട്ടുണ്ട്. ഓതിയ ആയത്ത് വെച്ച് ഹുസൈൻ സലഫിനെ കൊണ്ട് ചെരുപ്പിടിപ്പിച്ചിട്ടുണ്ട്. കാര്യം പറയുമ്പോൾ അതൊരിക്കലും കേരള ജനത മറക്കാൻ പാടില്ല. അന്നെപ്പോലത്തെ ഇങ്ങനത്തെ ഒക്കെ കുത്തിപ്പൊന്തിച്ചണം, എന്നാലേ ഈ ഹുസൈൻ സലഫി ചെരുപ്പെടുത്തൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും. മമ്പാട്ടുകാര ആണത്തമുണ്ട് എങ്കിൽ, നീ പറഞ്ഞല്ലോ നട്ടലുണ്ട് എങ്കിൽ, നട്ടലിന് പകരം തന്റെയൊക്കെ ശരീരത്തിന്റെ ഫോട്ടോ കോപ്പി എങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വെല്ലുവിളി നീ ഏറ്റെടുക്ക്. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ സ്ത്രീധനം വാങ്ങിക്കാൻ വേണ്ടിയും പടച്ചറബിന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നടത്തിയ സംസാരത്തെ എടുത്തു വെച്ചുകൊണ്ട് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ല നാദാപുരം ഖണ്ഡനത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. വെല്ലുവിളിക്കുന്നു പേരോടെ, ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്നു നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. എന്നിട്ട് ചെരുപ്പെടുക്കുമെന്നൊക്കെ പറഞ്ഞ വലിയ വിവാദമായ ഒരു വിഷയമാണ് അത്. എല്ലാവർക്കും അറിയാം, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ആയത്തോതിയപ്പോൾ തെറ്റിയിട്ടുണ്ട്, ചില ഭാഗങ്ങൾ ഓതാതെ പോയിട്ടുണ്ട്, അദ്ദേഹം സ്ത്രീധനം വാങ്ങിക്കാനാണ് ഈ ആയത്തോതിയത് എന്നൊക്കെ കൃത്യമായി ഒരുവിധം അന്നത്തെ ഗണ്ണനം കേട്ട ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ മുജാഹിദിന്റെ പ്രഭാഷണം കേൾക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ മാത്രം സംസാരം കേട്ട കാന്തഭക്തന്മാരായ ആളുകൾക്ക് ഒരുപക്ഷെ ഇതൊന്നും തിരിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷെ അതല്ലാത്ത ആളുകൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന് ആയത്തോതുമ്പോൾ തെറ്റിയിട്ടുണ്ട് എന്ന്. മാത്രവുമല്ല, അന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായ നൗഷാദ് ഹസൻ ഇപ്പോൾ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആയത്തോതുമ്പോൾ തെറ്റിയിട്ടുണ്ട് എന്നും, മാത്രവുമല്ല നാദാപുരം ഖണ്ഡനത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ചെയ്തത് എന്നും കൃത്യമായി തന്നെ വിശദീകരിച്ചുകൊണ്ട് നൗഷാദ് ഹസൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നാദാപുരം ഖണ്ഡനത്തില് അയാൾ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചിരുന്നു. അതൊക്കെ വലിയ തിരിച്ചടിയാണ് കേൾക്കുന്നവർക്കുണ്ടായത്. അതിൽപ്പെട്ടതാണ് ചെരുപ്പെടുക്കൽ. അത് ഭയങ്കര നമ്മളൊക്കെ അന്ന് നാദാപുരം സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ ചെരുപ്പെടുക്കുക ഫൈൻ തിബിനലക്കും. അതാണ് അതിന്റെ വലിയ വിജയം. എന്താ വളരെ കബളിപ്പിക്കലും. യഥാർത്ഥത്തിൽ അത് ഇത് മാത്രം കേൾക്കുന്ന ചിലവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ആളുകൾ പൊതുവെ ഈ വഹാബി എന്നല്ല, നിഷ്പക്ഷകരായ രണ്ടും കേൾക്കുമല്ലോ. അപ്പോൾ എന്താ സലഫി പറഞ്ഞത്? സലഫി എന്ന് പറയുന്നത് ആശയത്തിൽ പയച്ച ഒരാള്, അയാൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഇങ്ങനത്തെ സംഭവം പറയേണ്ടിയില്ലല്ലോ. അന്ന് തന്നെ വലിയ അബദ്ധം അയാൾ. സലഫിനൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രൊട്ടക്ട് ചെയ്തത് പേരോടാണ്. അതിലിപ്പോ ആറ്റിങ്ങൽ മുഖാമുഖത്തില് ഫൈൻ തിബ്നലക്കും എന്ന ആയത്ത് പേരോട് ഓതുമ്പോ തെറ്റി. അത് സാധാരണ ആർക്കും ആവാ, അത് പറഞ്ഞേച്ചാൽ മതി. ഒരാളിപ്പോ ഒരു പ്രഭാഷകനായത്തോ അങ്ങോട്ടും പോകും. ഇത് പയച്ചപ്പോ സലഫി ചോദിച്ച്, അങ്ങനെയുള്ള സാഹചര്യം ഇയാൾ ഉണ്ടാക്കിയതാണ്. സലഫി തെറ്റ് വായിച്ചപ്പോ ഇയാൾ എടുത്തു ധരിച്ച്. അപ്പോൾ ഇയാൾ സലഫിനോട് ചോദിക്കുകയാണെന്ത്, പിന്നെ ഇങ്ങനെയുള്ള ആയത്ത് ഞാൻ ഓതിയ പോലുള്ള ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണോ ഈ പറയുന്നത്? അപ്പൊ സലഫിന്റെ പിന്നെ വെല്ലുവിളിയെ മാറ്റി സലഫി യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് തെറ്റി ഓതിയതുപോലെ ഉണ്ടോന്നാണ്. ഇയാൾ പറഞ്ഞു ഫൈൻ തിബ്നലക്കും എന്നുള്ള ആയത്ത് ഖുർആനിലുണ്ടോന്ന്. ബാക്കില്ല, അതിപ്പോ ആരും ചോദിക്കൂല ഖുർആനിലുണ്ടായാലും. അപ്പൊ സലഫി എന്ന് പറയുന്ന പിന്നെ വഴി പഴച്ച ഒരാള്, അയാളെ വിശ്വാസത്തിലും കർമ്മത്തിലൊക്കെ പഴച്ച് വഹാബിസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ സലഫി, അയാൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരം വഞ്ചന ചെയ്തിട്ട് ഇവരുണ്ടാക്കി കൊടുക്കും. ഇവിടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫിക്ക് മറുപടി പറയാനെന്ന രീതിയിൽ വന്നുകൊണ്ട് മമ്പാട്ടുകാരൻ വായാടി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അന്ന് നാദാപുരത്ത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ജനങ്ങളെ കബളിപ്പിച്ച അതേ രൂപത്തിൽ വെറുതെ സമയം കളയാൻ വേണ്ടി നാദാപുരം ഖണ്ഡനത്തിൽ ഹുസൈൻ സലഫി ചോദിച്ച വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ആ ക്ലിപ്പൊക്കെ ഇട്ട് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. സത്യത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്ക് പണി കൊടുക്കുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി കള്ളനാണെന്ന് ബോധ്യപ്പെടുത്താൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് വഹാബ് സക്കാഫി ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. മമ്പാട്ടുകാരന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അത് ബോധ്യപ്പെടും. ഖുർആനിൽ നിന്ന് ആയത്ത് ഓതിയിട്ട് ഇതാ സ്ത്രീധനം വാങ്ങാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ഈ പറയുന്ന സുന്നികൾക്ക് അതല്ലെങ്കിൽ ചുന്നികൾക്ക് തെളിവുണ്ടാക്കി കൊടുത്ത മഹാനാണ്. അതാണ് അങ്ങനെ തെളിവുണ്ടാക്കിയപ്പോ എന്തേ സംഭവിച്ചേ? ഇവിടെ റഫീഖ് സലഫി ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ചുന്നിയല്ലാത്തവർക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സംസാരം വലിയ വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിനിടയിൽ സ്ത്രീധനം വാങ്ങിക്കാൻ വേണ്ടി ചുന്നിയല്ലാത്ത ആളുകൾക്ക് തെളിവുണ്ടാക്കി കൊടുത്ത വിദ്വാനാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറയുന്ന മനുഷ്യൻ എന്നൊക്കെയുള്ള ഒരു സംസാരം പോയപ്പോൾ അത് ആ ക്ലിപ്പൊക്കെ എടുത്തുകൊണ്ടുവന്നാണ് ഹുസൈൻ സലഫിക്ക് മറുപടി എന്ന രീതിയിൽ മമ്പാട്ടുകാരൻ വലിയ രീതിയിൽ ആവേശത്തോടെ വിളിച്ചു പറയുന്നത് എന്ത് ചെരുപ്പെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ തെളിവുണ്ടാക്കിയപ്പോൾ എന്താ സംഭവിച്ചത് എന്നാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ.
ഇവിടെ രണ്ട് വിഷയമാണ്. ഒന്ന് ആയത്തോതി തെറ്റിച്ചു, മറ്റൊന്ന് സ്ത്രീധനം വാങ്ങിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സൂറത്തു നിസായിലെ വാത്തു നിസാ സ്വദഖാത്തി ഇന്ന നിഹില എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതിയിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് മമ്പാട്ടുകാരൻ പറയുന്നതൊന്ന് കേൾക്കാം. ഹുസൈൻ സലഫി പതിവ് പോലെ ഒന്ന് പച്ച നുണ പറഞ്ഞു, കഥാബിങ്ങളല്ലേ, അങ്ങനെ ഒരായത്തന്നെ ഖുർആനിലില്ല, ഉണ്ടെങ്കിൽ ഞാൻ പേരോണ്ട് ചെരുപ്പെടുക്കുന്നതാണ്. പേരോട് ഉസ്താദ് എന്ത് ചെയ്തു, പിറ്റേന്ന് ചെന്നിട്ട് ആയത്ത് തെക്കണ ഇനി ചെരുപ്പെടുക്കാൻ പാവോന്നാ പറഞ്ഞത്. ഇത് ഈ ക്ലൈമാക്സ് വഹാബികളെ അതൊക്കെ പുതിയ തലമുറ മറന്നതാ, വെറുതെ ഇത് നാട്ടുകാരെ കേൾപ്പിച്ചണോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ നിങ്ങളുടെ സെക്രട്ടറി ആണെങ്കിലും അദ്ദേഹം പച്ച വഹാബിയാണ് എന്നുള്ള വാദമുണ്ട്. അദ്ദേഹം ഇപ്പോൾ പല കാര്യങ്ങളും പറയുന്നത് അത് നാദാപുരം എഫക്റ്റ് ആണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചർച്ചയുള്ളതല്ലേ. അദ്ദേഹം സമസ്തക്കാർ കാലങ്ങളായി പറഞ്ഞു വെച്ച പല വാദങ്ങളും ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പണി കൊടുക്കാൻ തന്നെയാണ് നിങ്ങൾ ഈ നാദാപുരം ഖണ്ഡനത്തിൽ ഈ വിഷയം എടുത്തിട്ടത്. പ്രത്യേകിച്ച് ഹുസൈൻ സലഫിക്ക് മറുപടി പറയാൻ വന്ന നിങ്ങൾ എന്തിനാണ് റഫീഖ് സലഫിയുടെ ഈ ക്ലിപ്പ് ഇട്ടത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അറിഞ്ഞുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പണി കൊടുക്കാൻ തന്നെ വന്നതാണ്. പിന്നെ പുതുതലമുറക്കൊക്കെ അവർക്കൊക്കെ ഇത് അറിയണം, അവരൊക്കെ ഇത് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ, നാദാപുരം ഖണ്ഡനം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത് എന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും തന്നെ പറഞ്ഞു വെച്ചതല്ലേ. നജീബ് മൗലവി പറഞ്ഞത് വെച്ചതല്ലേ. നമ്മുടെ പക്ഷത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്ന വിധം നാക്കിട്ടടിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ, ഏതാനും ചെറുപ്പക്കാർ സുന്നി പറയാൻ രംഗത്ത് വന്നതോടുകൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ എന്തെല്ലാം അബദ്ധങ്ങൾ വിളിച്ചു പറയാനും മടിയില്ലാത്ത അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കണക്കിൽ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോതി അവതരിപ്പിക്കാൻ മടിയില്ലാത്ത അത്തരക്കാർ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ നാദാപുരത്ത് മാത്രമല്ല കേരളത്തിൽ ആശകലം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് മുമ്പ് നടന്ന ഖണ്ഡനത്തെ കുറിച്ച് അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞു വെച്ചതല്ലേ. അറിയുന്ന ആളുകളാ കണക്കെടുത്തിട്ടാ പറയുന്നത്. ഇയാള് പ്രസംഗിക്കുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന്റെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാള് പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നേക്കാ. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത് എപിയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു എപിയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അനവധി എപി പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ. അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റമുണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഈ ഞാൻ പ്രസംഗിച്ചല്ല പറഞ്ഞപ്പോ ഒരു സാമ്പിൾ വാഴക്കാട് പറഞ്ഞതാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ മഹല്ലുകൾ എണ്ണിങ്ങനെ എടുത്താൽ കേരളത്തിലെ 90% മഹല്ലുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും അനുയായിയുടെയും പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇനി നാദാപുരം ഖണ്ഡനത്തിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നൗഷാദ് ഹസനിയും പലതും വെളിപ്പെടുത്തിയതല്ലേ. ഈ പറയുന്ന ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നൗഷാദ് ഹസനി വെളിപ്പെടുത്തിയതല്ലേ. അന്ന് നൗഷാദ് ഹസനിയും പേരോടും തമ്മിൽ തെറ്റാനുള്ള ഒരു പ്രധാന കാരണം തന്നെ ഈ ആയത്താണല്ലോ. നൗഷാദ് ഹസനിയുടെ ഒക്കെ ഖണ്ഡനത്തിൽ പ്രഭാഷണത്തിലൊക്കെ പറയണമെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ പേരിലാണല്ലോ അവർ തമ്മിൽ തെറ്റാൻ തന്നെ കാരണം. അതൊക്കെ നൗഷാദ് ഹസനി പച്ചക്ക് വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വഹാബെ, ജനങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് നീ തന്നെ പറയാറുണ്ട് എന്ത്? ഈ ഉമ്മത്തിലെ കബളിപ്പിക്കലുകാരായ ഒരു വിഭാഗം വരും. നിലവിലുള്ളോലല്ല, നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയുന്നത്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്.
പിന്നെ ആരാണ് വദജ്ജാലൂൻ? അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആയത്തോതി കബളിപ്പിക്കും, ഹദീസ് ഓതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. പേരോടിന്റെ ക്ലിപ്പ് കാണിച്ച് നീ ജനങ്ങളെ കബളിപ്പിച്ചു, നീ ഒരു ദജ്ജാലാണ്. അള്ളാന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സ്ത്രീധനത്തിന് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ദജ്ജാലിന്റെ പണിയെടുത്തു. നാദാപുരം ഖണ്ഡനത്തിൽ ഹുസൈൻ സലഫിക്ക് മറുപടി പറയാൻ വന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഓതിയ ആയത്തുമായി ബന്ധപ്പെട്ട് ഹുസൈൻ സലഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കവേ തന്റെ ശ്രോതാക്കളായ കാന്തഭക്തന്മാരായ ആളുകളെയൊക്കെ കബളിപ്പിക്കുന്ന പരിപാടിയാണ് അവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ചെയ്തിട്ടുള്ളത്. ഈ സഖാഫിമാർ എന്ന് പറയുന്നത് അഭിനവ ദജ്ജാലുകളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിളിക്കുന്നവരോട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്നു നിർത്തും. അതാണ്. പിന്നെ ഉസുറും പുളിയില്ലാത്തതുകൊണ്ട് ഹുസൈൻ സലഫി പ്രസംഗം നിർത്തിയിട്ടില്ല, ചെരുപ്പെടുത്തിട്ടുള്ളൂ. ഇന്ന് നിർത്തിയപ്പോ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങൾ. അതാണ്, ചെരുപ്പെടുക്കേണ്ടി വരും. ആണുങ്ങളെ മുന്നിൽ വന്ന് കണ്ട് ഇജാതി വിവരക്കേട് പറഞ്ഞു വെല്ലുവിളിച്ചാല് പച്ചക്കള്ളം അല്ലാടെ പേരിൽ പറയേ. അതിന് വഹാബികളല്ലത്, സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങളാ. ഞങ്ങൾ ആലിമീങ്ങൾ മതമായി പറഞ്ഞതിൽ നിന്ന് ഒരക്ഷരം കളവാണെന്ന് തെളിയിക്കാൻ നട്ടിൽ ഒരു വഹാബിക്കും ഇക്കാലം വരെ ഈ നാട്ടിലുണ്ടായിട്ടില്ല. മമ്പാട്ടുകാരാ, ആണത്തമുണ്ട് എങ്കിൽ നീ പറഞ്ഞല്ലോ നട്ടലുണ്ട് എങ്കിൽ നട്ടലിന് പറഞ്ഞ തന്റെയൊക്കെ ശരീരത്തിന്റെ ഫോട്ടോ കോപ്പി എങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വെല്ലുവിളി നീ ഏറ്റെടുക്ക്. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിന്റെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന നീ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ദജ്ജാല്, ആ കസ്സാബ് ആയത്തോതി തെറ്റിച്ചിട്ടുണ്ട്, അള്ളാന്റെ ആയത്തോതി തെറ്റിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല ശ്രീധരൻ മേണിക്കാൻ അത് തെളിവുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖയാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്, അതിന്റെ തെളിവാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയത്തോതുമ്പോൾ നിങ്ങൾ ഖുർആൻ ഒന്ന് പരിശോധിച്ചോ, അവിടെ തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഖുർആൻ അല്ലാഹു പറഞ്ഞാലും ഫഇൻ തിബന ലക്കും, ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫഇൻ തിബന ലക്കും മിൻ ശൈഇൻ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ, ഫകുലൂഹു ഹനീഅൻ മരീഅ, അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. അൻഷൈഇ എന്നെടുക്ക, മിൻഷൈഇ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കൊരു ഭാഗം അങ്ങനെ വിഴുങ്ങുന്നുണ്ട്, വാക്യാന്ന് ഓതുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ലാ തന്നെ അത് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ഓതിയത് ഫൈൻ തിബിനലക്കും മീൻ ഷൈഇൻ എന്നാണ്, ഫകുലൂഹു ഹനീഅൻ മരീഅനാണ് നിങ്ങൾ ഓതിയത്. അപ്പൊ മൂപ്പര് എന്നോട് പറയണ എന്തെന്നറിയോ, ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഓതിയിൽ നിങ്ങൾക്ക് തെളിയിക്കാനേ സാധ്യല്ലാന്നാ. കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. ഫൈൻ തിബിനലക്കും മിൻ ശൈഇൻ ഫകുലൂഹു ഹനീഅൻ മരീഅ എന്ന് പേരോട് ഓതിയെന്നാണ് മൗലവിയോട് പറഞ്ഞത്. മിൻ ശൈഇൻ ഫകുലൂഹു ഹനീഅൻ മരീഅ എന്ന് പേരോട് ഓതിയെന്നാണ് മൗലവിയോട് പറഞ്ഞത്. മിൻ ശൈഇൻ ഫകുലൂഹു ഹനീഅൻ മരീഅ എന്ന് പേരോട് ഓതിയെന്നാണ് മൗലവിയോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓതിയെന്ന് മൗലവിയുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല. പച്ചക്കള്ളം പറഞ്ഞു. കണ്ടോ, പച്ചക്കള്ളം പറഞ്ഞതാന്നാ പറയണേ. ഞാൻ അങ്ങനെ ഓതിയിട്ടില്ല. എന്നാ കേട്ടോളൂ, അദ്ദേഹം ഓതിയത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വെച്ച് മൂപ്പര് അങ്ങനെ ഓതിയത് കേട്ടോളൂ. ഞാൻ പറയുന്നതല്ലോ, കേട്ടോളൂ ആ ഭാഗം. നമ്മൾ മസ്കരി പറയണ്ട. ഖുർആൻ അല്ലാഹു പറഞ്ഞാലും ഫഇൻ തിബന ലക്കും, ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫഇൻ തിബന ലക്കും മിൻ ശൈഇൻ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ, ഫകുലൂഹു ഹനീഅൻ മരീഅ, അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഓതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങളുടെ ചെരുപ്പെടുക്കാൻ നമ്മൾ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി കാണിച്ചിട്ട് ശരിക്കും മൂപ്പരെ എടുത്ത വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എടുക്കടോ ചെരുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? ഞാൻ ചോദിച്ചത് ഫൈൻ തിബിന എന്നൊരായത്തുണ്ടോ എന്ന് കാണിക്കാനല്ല. ശരിക്കും എന്റെ ശ്രോതാക്കൾ പഠിച്ചു വെച്ചോ. ഫൈൻ തിബിന ലക്കും എന്ന ഒരായത്തുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കേണ്ടയില്ലല്ലോ. ഞാൻ ഓതിയതിൽ തന്നെ ഫൈൻ തിബിന ലക്കും എന്നില്ലേ? ഫൈൻ തിബിന ലക്കും എന്നൊരായത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ?
ഫൈൻ തിബിനലക്കും എന്ന് പേരോട് നിങ്ങൾ ഓതിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ ഫകുലു അനിയം മരിയാന് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ മൂപ്പര് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഫൈൻ തിബിനലക്കും അവിടെ അങ്ങോട്ട് ക്ലിപ്പ് ഇട്ടിട്ട് വെല്ലുവിളിക്കണത് എടുക്കടോ ചെരുപ്പ്. കണ്ടോ ആ രംഗം? വെല്ലുവിളിക്കുന്നു പേരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും നോക്കോ. ഫൈൻ തിബിനലക്കും എടുക്കടോ ചെരുപ്പ്. എടുക്കാൻ പറ്റില്ല മുസ്ലിയാരെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഫൈൻ തിബിനലക്കും എന്ന് കാണിക്കാനില്ല. നിങ്ങൾ ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു അനിയം മരിയാനാ ഓതിയത്. ഫൈൻ തിബിനലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ. അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഫൈൻ തിബിനലക്കും എന്ന് ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നല്ല, അതിന്റെ അപ്പുറത്തുള്ള ഭാഗം നിങ്ങൾ കട്ട് വായിച്ചിട്ടുണ്ട്. അൻ ഷൈഇൻ മിൻഹു നഫ്സൻ എന്ന ഭാഗം വായിച്ചിട്ടുണ്ട്. കണ്ടോ? രണ്ടും കൃത്യമായിട്ട് കണ്ടോളൂ. മൂപ്പരി മാർക്കിടുന്ന എവിടെയാണ്? ഫൈൻ തിബിനലക്കും. അത് ഞാൻ തന്നെ ഓതിയില്ലേ? അത് ഞാൻ തന്നെ നിങ്ങൾ ഓതി കൽപ്പിച്ചില്ലേ? ഫൈൻ തിബിനലക്കും എന്നല്ല വിഷയം. അൻ ഷൈഇൻ മിൻഹു നഫ്സൻ എന്നിടത്താണ് നമ്മുടെ പോയിന്റ്. അതിന് ഉത്തരം പറയാതെ ഫൈൻ തിബിനലക്കും എന്ന് സ്ക്രീനിൽ കാണിച്ച് റൗണ്ട് ഇട്ടിട്ട് എടുക്കടോ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എടുക്കുക? കാണിക്കണ്ടേ? നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞാൽ മറുപടിയാവോ? സഹോദരങ്ങളെ, ഇവിടെ അൻ എന്നെടുക്ക മിൻ എന്നാണ് അദ്ദേഹം ഓതിയത്. അൻ എന്നെടുക്ക മിൻ എന്നാണ് ഓതിയിട്ടുള്ളത്. മാത്രവുമല്ല മിൻഹു നഫ്സൻ എന്ന് പറയുന്ന ഭാഗം തന്നെ അദ്ദേഹം ഓതിയിട്ടില്ല. അദ്ദേഹത്തിന് തെറ്റുപറ്റിയ അദ്ദേഹം അതിന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം മമ്പാട്ടുകാരൻ വായാടി വന്ന് വായാടിത്തം വിളിച്ചു പറയുമ്പോൾ ശംസുലമ പണ്ട് പറഞ്ഞതാണല്ലോ, ജനങ്ങളെല്ലാം കഴുതകളിലെ ചില കഴുതകളുണ്ട്, അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന്. ആ പറഞ്ഞ രൂപത്തിൽ നിന്റെ പിന്നാലെ ചില ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അവരെ നിനക്ക് കബളിപ്പിക്കാൻ വേണ്ടി പറ്റും. ജനങ്ങളെ എല്ലാം നിനക്ക് കബളിപ്പിക്കാം എന്നുള്ള ധാരണയുണ്ട് എങ്കിൽ അതൊക്കെ എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. ഈ ആണത്തമുണ്ട് എങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്ക്. അങ്ങനെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഓതിയ രൂപത്തിലുള്ള ഒരു ആയത്ത് എന്ന കാണിച്ച് അൻഷയി എന്നെടുക്ക മിൻഷയി എന്നോതി. മാത്രവുമല്ല അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മുക്കി. മിൻഹു നഫ്സൻ എന്ന് പറയുന്ന ഭാഗമില്ല. ഇതൊക്കെ മുക്കിയിട്ടാണ് ഇദ്ദേഹം ശ്രീധരം മേണിക്കാൻ തെളിവുണ്ടാക്കിയത്. അതും ഞാൻ വെറുതെ പറഞ്ഞതല്ല. അവിടെ നാട്ടിൽ നടക്കുന്ന ഈ ദുഷ്പ്രവൃത്തിയെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് വേറൊരു തലയിക്കെട്ടുകാരൻ സംസാരിക്കുന്നുണ്ട്. സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. വിശദീകരണം കുറയ്ക്കുക. അദ്ദേഹം അച്ചാരം വാങ്ങാതെയും സ്ത്രീധനം വാങ്ങാതെയും കെട്ടി എന്നൊരു അബദ്ധം പറ്റിപ്പോയി. മറ്റുള്ളവരെ കൊണ്ടും ആ അബദ്ധം ചെയ്യിപ്പിക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പണ്ടൊരാൾ മുട്ടയടിച്ചപ്പോ ഇതുപോലായിരുന്നു. ആരോ പറഞ്ഞ അദ്ദേഹം മുട്ടയടിച്ചപ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലായത്. പിന്നെ 10 പേരെ കൊണ്ടുകൂടി മുട്ടയടിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മുട്ടയടിപ്പിച്ച അദ്ദേഹത്തിന് സന്തോഷമായി. ഈ സ്ത്രീധനം ഇത്തരത്തിൽ ശരഈയായി വളരെ വിശദമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് അച്ചാരമായിരുന്നാലും സ്ത്രീധനമായിരുന്നാലും പൊരുത്തപ്പെട്ട് കിട്ടുന്നത് ഹലാലെന്നാണ് വ്യക്തമായി മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു അനിസ്ലാമികമായിട്ടോ ഇസ്ലാമിന് നിരക്കാത്ത ചടങ്ങായിട്ടോ പരിചയപ്പെടുത്തുന്നതോ പ്രചരിപ്പിക്കുന്നതോ ശരിയല്ല. ഇതിന് തുടർച്ചയായിക്കൊണ്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയത്തൊക്കെ ഓതിക്കൊണ്ട് അതിന് തെളിവ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെയാണ് ഈ ആയത്തോതുമ്പോൾ തെറ്റിയിട്ടുള്ളത്. അവിടെയാണ് ഈ ആയത്തോതുമ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ മുക്കിയിട്ടുള്ളത്. എന്നിട്ടാണ് ഇവിടെ മമ്പാട്ടുകാരൻ വായാടി വന്ന് പണ്ട് ചെരുപ്പെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെരുപ്പെടുപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവമായി സംസാരിച്ചത്. ഇത് കണ്ട് ആവേശത്തോടെ കുറെ ആളുകൾ ക്ലിപ്പൊക്കെ ഉണ്ടാക്കി അങ്ങ് ഷെയർ ചെയ്യുകയാണ്. ഏതായിരുന്നാലും സമസ്ത സൈബർ പോരാളികളോടും മമ്പാട്ടുകാരൻ വായാടിയോടും വീണ്ടും ഈ വിഷയങ്ങളൊക്കെ എടുത്തിട്ടത് കൊണ്ട് ആളുകളൊക്കെ നാദാപുരം ഖണ്ഡനം ഒന്നും കൂടിയും കാണാനുള്ള അവസരം ഉണ്ടാകുമെന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന AP സമസ്തക്കാരായ ആളുകളോട്, പ്രത്യേകിച്ച് സമസ്തക്കാരായ ആളുകളോടൊക്കെ അന്ന് നടന്ന നാദാപുരം ഖണ്ഡനത്തിന്റെ 1ാം ഖണ്ഡനം മുതൽ അതിന്റെ അവസാന ഖണ്ഡനം വരെ 2 പേർ സംസാരിക്കുന്നതും മമ്പാട്ടുകാരന്റെ ഉസ്താദായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്നതും അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ഹുസൈൻ സലഫി ഹഫളഹുല്ലാഹ് സംസാരിക്കുന്നതും ഒക്കെ ഒന്ന് കേൾക്കുമ്പോൾ കൃത്യമായി അനവധി നിരവധി ആളുകൾ സമസ്ത കൂടാരം വിട്ട് സലഫി ആദർശം ഉൾക്കൊള്ളാൻ കാരണമായിട്ടുള്ള നാദാപുരം ഖണ്ഡനം, ആ ഖണ്ഡനം എല്ലാവരും ഒന്ന് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും.
അതുകൊണ്ട് മമ്പാട്ടുകാരൻ വായാടിയോടും വായാടിയുടെ വാലാട്ടികളോടും പറയാനുള്ളത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ മെക്കിട്ടൊക്കെ കയറാൻ വരുമ്പോൾ കുറച്ചൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. ഇന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാരെയൊക്കെ വരിഞ്ഞു കെട്ടാൻ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർ തന്നെ ധാരാളമാണ്. മുജാഹിദ് വിദ്വേഷം തലയിൽ കെട്ടി തലയിക്കെട്ടും കെട്ടി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന ഈ പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന പല കളവുകളും പല തെറ്റിദ്ധരിപ്പിക്കലുകളും പല കോട്ടിമാട്ടലുകളും നമ്മൾ പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാർ എന്നാലും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഉളുപ്പില്ലല്ലോ, ദജ്ജാലുകളാണല്ലോ, കസ്ദാബുകളാണല്ലോ, ഈ രീതിയിലേ ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകൂ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.